ഹലോ നമസ്കാരം, എല്ലാവർക്കും എക്സ്ട്രീറ്റിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് FC കേരളത്തിൻ്റെ സ്വന്തം കൊമ്പന്മാർ ഇത്തവണ ശരിക്കും ഒരു പുത്തൻ ഊർജ്ജം കിട്ടിയ പോലെയാണ് ഇവാൻ്റെ പിള്ളേർ കളിക്കളത്തിൽ ചിലവഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കുറച്ച് രഹസ്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ഫുട്ബോൾ അപ്ഡേറ്റ്സ് ഒപ്പം ഫുട്ബോൾ അനലൈസ് വീഡിയോസ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ഓപ്ഷൻ, ഞങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോസ് എത്രയും വേഗം നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നതിന് വേണ്ടി ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. സോ കേരള ബ്ലാസ്റ്റേഴ്സ് FC നമുക്കറിയാം, കേരളത്തിൻ്റെ സ്വന്തം കൊമ്പന്മാർ. ISL ഫാൻ ബേസുള്ള ടീമുകളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. പക്ഷേ ഇതുവരെ ആ ഒരു കിരീടം നേടാൻ കേരളത്തിൻ്റെ കൊമ്പന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത്തവണ ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ മൂന്നാം വരവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ISL കിരീടം മുത്തമിടും എന്ന് തന്നെയാണ് നമ്മൾ ആരാധകരെല്ലാം ഒരുപോലെ വിശ്വസിക്കുന്നത്. ശരിക്കും ഒരു 2.0 കേരള ബ്ലാസ്റ്റേഴ്സ് 2.0 എന്ന് വേണം കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെ വിലയിരുത്താൻ. ശരിക്കും കഴിഞ്ഞ കുറേ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് FC വളരെ പരിശീലനത്തിനായാലും മത്സരങ്ങളിലായാലും എന്തിന് വമ്പന്മാരെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ തങ്ങളുടെ ജൈത്രയാത്ര തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, സീസണിൻ്റെ തുടക്കത്തിൽ വളരെ മികച്ച സ്ക്വാഡായി രൂപപ്പെട്ടുവെങ്കിൽ പോലും ഇടയ്ക്കെങ്ങോ കളി മറന്നുപോയ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനം നമ്മുടെ സ്വന്തം മാന്ത്രികൻ ക്ലബ്ബ് വിട്ടു പോയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറവ് മിഡ്ഫീൽഡിൽ വളരെ ഭംഗിയായി തന്നെ ഇവാൻ വുക്കോമനോവിച്ച് പരിഹരിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിത്തന്നത് തുടർച്ചയായ 3 വിജയങ്ങൾ തന്നെയാണ്. 3 ക്ലീൻ ഷീറ്റ് വിജയങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന 3 മത്സരങ്ങളിൽ നേടിയെടുത്തിട്ടുള്ളത്. അവസാന 3 മത്സരങ്ങളിൽ 2 വമ്പന്മാരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടപുഴക്കിയത്. അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുത്തൻ ഉണർവ് വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ അവസാന 3 മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവസാന 3 മത്സരങ്ങളിലും അപരാജിതരാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പഞ്ചാബ് FCക്കെതിരെ അവരുടെ സ്റ്റേഡിയത്തിൽ 1-0 വിജയം. പിന്നീട് സ്വന്തം തട്ടകത്തിൽ കാത്തിരുന്ന പോരാട്ടത്തിൽ മുംബൈ സിറ്റി FC, ഐലാൻഡേഴ്സ് എന്ന വമ്പന്മാരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ഇവാൻ്റെ സംഘം അന്ന് തകർത്തു വിട്ടതെങ്കിൽ തൊട്ടടുത്ത മത്സരത്തിൽ ക്രിസ്മസിൻ്റെ 24-ാം തീയതി മുംബൈ സിറ്റിയെ തകർത്തുവിട്ട ബ്ലാസ്റ്റേഴ്സ് 27-ാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ വമ്പന്മാരെ അവരുടെ തട്ടകത്തിൽ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു തകർത്ത് തരിപ്പണമാക്കി വിട്ട ദിമിത്രോസ് ഡയമൻഡക്കോസ് എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് സ്ട്രൈക്കറിൻ്റെ കാലുകൾ ഒരിക്കൽ കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളുടെ വല ചലിപ്പിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിത്തന്നത് പോയിന്റ്സ് ടേബിളിൽ 1-ാം സ്ഥാനമാണ്. നിലവിൽ 12 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 8 വിജയവും 2 സമനിലയും 2 തോൽവിയും ഉൾപ്പെടെ 26 പോയിന്റുമായി FC ഗോവയ്ക്ക് മുകളിൽ 1-ാം സ്ഥാനത്താണ് നിലവിൽ പോയിന്റ്സ് ടേബിളിൽ. 2-ാം സ്ഥാനത്തുള്ള ഗോവയ്ക്ക് 23 പോയിന്റ് മാത്രമാണ്. പക്ഷേ 9 മത്സരങ്ങൾ മാത്രമേ മാനുവലോ മാർക്കസിൻ്റെ സംഘം കളിച്ചിട്ടുള്ളൂ. ഇനി നാളെ നടക്കുന്ന പോരാട്ടത്തിൽ ഗോവ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കലണ്ടർ ഇയറിൽ 2023-ൽ ISL പോയിന്റ്സ് ടേബിൾ 1-ാം സ്ഥാനത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് പുതുവർഷത്തെ വരവേൽക്കാം. അതുതന്നെയായിരിക്കും ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ സംഘം ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, അവസാന 3 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് വിജയമാണ്. ഒരൊറ്റ ഗോൾ പോലും വഴങ്ങാത്ത മികച്ച വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തത്. നമുക്കറിയാം, ശരിക്കും ISL 2023-24 ഈ ഒരു സീസൺ ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കഷ്ടതകൾ നിറഞ്ഞൊരു സീസൺ തന്നെയായിരുന്നു. വലിയ പ്രതീക്ഷകളോട് കൂടെ ടീമിലേക്ക് എത്തിച്ച പല താരങ്ങളും അവസാനം പരിക്കിൻ്റെ പിടിയിലേക്ക് ക്ലബ്ബ് വിട്ടു പോയിരിക്കുകയാണ്. നമുക്കറിയാം, ഐബാൻ ഡോഗ്ലിംഗ്, ജീക്സൺ സിംഗ്, തനോജം എന്നിവരടങ്ങുന്ന വമ്പൻ താരനിര അല്ലെങ്കിൽ വമ്പൻ താരങ്ങൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് പരിക്ക് പറ്റി പോയിരിക്കുകയാണ്. ഒടുവിലിതാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം മാന്ത്രികൻ ബ്ലാസ്റ്റേഴ്സ് എവിടെയൊക്കെ ഗോൾ അടിക്കുന്നുണ്ടോ അതിനെല്ലാം പിന്നിൽ ചുക്കാൻ പിടിച്ച കേരളത്തിൻ്റെ സ്വന്തം മാന്ത്രികൻ ഉറുഗ്വയൻ സ്ട്രൈക്കർ എഡ്രിയാൻ നിക്കോളാസ് ലൂണയും അവസാനം പരിക്കിൻ്റെ പിടിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് നാട്ടിലേക്ക് പോയപ്പോൾ ആരാധകരെല്ലാം ഒരുപോലെ വിഷമിച്ചൊരു കാര്യം തന്നെയായിരുന്നു ലൂണയുടെ ആ ഒരു വിടവ് ആര് മിഡ്ഫീൽഡിൽ പരിഹരിക്കുമെന്നത്. പല താരങ്ങളെയും ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുമ്പോഴും അവസാനം കളിച്ച 3 മത്സരങ്ങളിൽ നായകൻ ലൂണയില്ലാത്ത ഒരൊറ്റ കുറവ് പോലും ഇവാൻ്റെ പിള്ളേർ കളിക്കളത്തിൽ ആ ഒരു മധ്യനിരയിൽ കാഴ്ചവെച്ചിട്ടില്ല. ശരിക്കും ഒരു കിടിലൻ ലൂണ ഉള്ള ഒരു പ്രതീതി തന്നെയായിരുന്നു കഴിഞ്ഞ 3 മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. നമുക്കറിയാം, അവസാനം കളിച്ച 3 മത്സരങ്ങളിലും എഡ്രിയാൻ ലൂണയില്ലാത്ത ആ ഒരു മിഡ്ഫീൽഡ് ശരിക്കും ഇന്ത്യൻ യുവതാരങ്ങളാണ് നിരത്തിയ മിഡ്ഫീൽഡിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശ്വസ്തനായ താരം KP രാഹുൽ 11ലേക്ക് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തിനൊപ്പം കൂട്ട യുവതാരങ്ങളായ മുഹമ്മദ് ഐമൻ, ഡാനിഷ് ഫറൂഖ് എന്നിവർക്കൊപ്പം ആദ്യം മുംബൈ സിറ്റി FCക്കെതിരായ മത്സരത്തിൽ വിപിൻ മോഹൻ എന്ന മലയാളി താരം ഇറങ്ങിയപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ താരത്തിന് പരിക്കേറ്റ് പുറത്താകേണ്ടി വന്നു. കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിൽ ഐമൻ, ഡാനിഷ് ഫറൂഖ്, KP രാഹുൽ ഒപ്പം ഐമൻ്റെ ഇരട്ട സഹോദരൻ മുഹമ്മദ് അസർ എന്നിവരടങ്ങുന്ന 4 ഇന്ത്യൻ മിഡ്ഫീൽഡേഴ്സാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മധ്യനിരയിൽ കളി നിയന്ത്രിച്ചത്.
ഒപ്പം ഗോൾ പോസ്റ്റിൽ മലയാളി താരം സച്ചിൻ സുരേഷിൻ്റെ ചോരാത്ത കരങ്ങൾ കൂടിയായപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിത്തന്നത് സീസണിലെ 8ാം വിജയമായിരുന്നു. ഡിഫൻസിൽ ഒരു അണ പോലും പിഴയ്ക്കാത്ത കേരളത്തിൻ്റെ സ്വന്തം ഫോറിൻ താരങ്ങൾ, കേരളത്തിൻ്റെ സ്വന്തം വൻമതിൽ മാർക്കോ ലെസ്കോവിച്ചിനൊപ്പം ഇത്തവണ കൂടാരത്തിലേക്ക് എത്തിച്ച മിലോസ് ഡ്രിൻസിച്ച് എന്ന യുവതാരം കൂടി ചേർന്നപ്പോൾ ശരിക്കും കേരളത്തിൻ്റെ ഗോൾ വല ചലിപ്പിക്കാൻ എതിരാളികൾക്ക് വലിയ പ്രയാസം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇരുവർക്കുമൊപ്പം ഇന്ത്യൻ ഇൻ്റർനാഷണൽ പ്രീതം കോട്ടാലും യുവതാരം നവോച്ച സിംഗും അടങ്ങുന്ന ഡിഫൻസ് കഴിഞ്ഞ 3 മത്സരങ്ങളിലും ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല എന്നത് വലിയ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ വലിയൊരു സംഭവം തന്നെയാണ്. ഒപ്പം ഗോളുകൾ അടിച്ചു കൂട്ടുവാൻ വേണ്ടി ക്വാമി പെപ്രയും ദിമിത്രോസ് ഡയമൻഡക്കോസ് എന്ന 2 മികച്ച സ്ട്രൈക്കർമാർ കൂടിയായപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 2023 അവസാന മത്സരവും കളിച്ചപ്പോൾ മിന്നും വിജയത്തോടുകൂടി പോയിന്റ്സ് ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ്. ഒരാൾ പോകുമ്പോൾ മറ്റൊരാൾ ഫോം ആകുമെന്ന് പറയുന്നത് വളരെ വളരെ ശരിയാണ്. നമുക്കറിയാം, എഡ്രിയാൻ ലൂണ എന്ന കേരളത്തിൻ്റെ വിശ്വസ്തനായ മാന്ത്രികൻ പരിക്ക് പറ്റി പുറത്തായപ്പോൾ ശരിക്കും മിഡ്ഫീൽഡിലേക്ക് ഇന്ത്യൻ യുവതാരങ്ങളെ അണിനിരത്തി കഴിഞ്ഞ 3 മത്സരങ്ങളിൽ മുംബൈ സിറ്റി, അതോടൊപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ISL 2 വമ്പൻ ക്ലബ്ബുകൾക്കെതിരെ ഈ ഒരു മിഡ്ഫീൽഡ് വെച്ച് കളിച്ചപ്പോൾ ശരിക്കും മിന്നും പ്രകടനമായിരുന്നു ഈ ഒരു യുവതാരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട താരമാണ് ക്വാമി പെപ്ര. സീസൺ തുടങ്ങി പാതി വഴിയിലെത്തിയപ്പോഴാണ് അദ്ദേഹം തൻ്റെ ആദ്യ ഗോൾ സ്കോർ ചെയ്തത്. അതുവരെ അദ്ദേഹത്തെ കൊണ്ട് ഒരു ഇമ്പാക്റ്റ് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അവസാനം കളിച്ച 3 മത്സരങ്ങളിൽ മികച്ച പ്രകടനമായിരുന്നു ഈ ഒരു താരം കാഴ്ചവെച്ചത്. മുംബൈ സിറ്റി FCക്കെതിരെ ചിരവരകളുടെ പോരാട്ടത്തിൽ കൊച്ചിയിലെ സ്വന്തം തട്ടകത്തിൽ ആദ്യ പകുതിയിൽ തന്നെ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടാൻ ഈ ഒരു താരത്തിന് സാധിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനമായിരുന്നു ക്വാമി പെപ്ര എന്ന ഈ ഒരു താരം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട്, അതിൽ നിന്ന് ആ റീബൗണ്ട് വന്ന പന്തിൽ നിന്നായിരുന്നു ദിമിത്രോസ് ഡയമൻഡക്കോസ് മോഹൻ ബഗാൻ്റെ ഡിഫൻസിനെ പിളർന്നുകൊണ്ട് ആ ഒരു വിജയ ഗോൾ നേടിയത്. ശരിക്കും ക്വാമി പെപ്ര, എഡ്രിയാൻ ലൂണ ഉപേക്ഷിച്ച് പോയ സ്ഥലത്ത് ക്വാമി പെപ്ര എന്നൊരു ഘാന സ്ട്രൈക്കർ തൻ്റെ പുതിയൊരു രൂപം പൂണ്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും വേറെ ലെവലായിരിക്കുകയാണ്. ഇത്തവണ ISL കിരീടം നേടാൻ സാധ്യതയുള്ള ടീമുകൾ ശരിക്കും 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. ഇനി കേരളത്തിനെ കുറച്ച് സ്റ്റാറ്റുകളിലേക്ക് വരുവാണെങ്കിലും, കാരണം അവസാന 3 മത്സരങ്ങൾ ക്ലീൻ ഷീറ്റാണ്. മുംബൈ സിറ്റി FCക്കെതിരെ സ്വന്തം തട്ടകത്തിൽ 2-0 വിജയം, പഞ്ചാബ് FCക്കെതിരെ എവേ മത്സരത്തിൽ 1-0 വിജയം, അതോടൊപ്പം തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ അവരുടെ തട്ടകത്തിൽ നടന്ന പോരാട്ടത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിൻ്റെ മികച്ച വിജയം. ശരിക്കും അവസാന 3 മത്സരങ്ങളിൽ ഒരൊറ്റ മത്സരം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടിൽ കളിച്ചത്. ബാക്കിയുള്ള 2 എവേ വിജയങ്ങൾ, അവസാന 3 മത്സരങ്ങളിൽ 2 എവേ വിജയങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തിരിക്കുന്നത്. സോ അത് തന്നെയാണ് ഇവാൻ്റെ സംഘത്തിന് പുത്തൻ ഉറവ് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, പലപ്പോഴും കൊച്ചിയുടെ സ്വന്തം തട്ടകത്തിൽ സ്വന്തം ആരാധക വലയത്തിന് മുൻപിൽ കളിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പല മത്സരങ്ങളും വിജയിക്കുന്നു എന്ന അധിക്ഷേപത്തിൽ നിന്ന് ഇത്തവണ എവേ മത്സരങ്ങളിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച റിസൾട്ടാണ് നേടിയെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദിമിത്രോസ് ഡയമൻഡക്കോസ് എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓൾ ടൈം ടോപ്പ് സ്കോറർ ആയിരിക്കുകയാണ്. 34 ഗോളുകളാണ് ഈ ഒരു ഗ്രീക്ക് സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേടിയെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു സീസണിൽ 12 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 17 ഗോളുകളാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച ലിസ്റ്റിൽ 3ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. 1ാം സ്ഥാനത്തുള്ള മോഹൻ ബഗാന് 19, 2ാം സ്ഥാനത്തുള്ള ഒഡീഷ FCക്ക് 15 ഗോളുകളുണ്ട്. 2ാം സ്ഥാനത്തുള്ള ഒഡീഷ FCക്ക് 18, 3ാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് 17 ഗോളുകളുമുണ്ട്. അതോടൊപ്പം തന്നെ 10 ഗോളുകളാണ് ഈ ഒരു 12 മത്സരങ്ങളിൽ നിന്ന് ഇവാൻ്റെ സംഘം വഴങ്ങിയിട്ടുള്ളത്. ഗോൾ ഡിഫറൻസ് +7 അതോടൊപ്പം തന്നെ 3 പെനാൽറ്റികൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒഡീഷ FCക്കെതിരെ മത്സരത്തിലും അതോടൊപ്പം തന്നെ SC ഈസ്റ്റ് ബംഗാൾ FCക്കെതിരെ മത്സരത്തിൽ 2 പെനാൽറ്റികളായിരുന്നു ഇവാൻ്റെ സംഘം വഴങ്ങിയത്. പക്ഷേ ആ 3 പെനാൽറ്റികൾ വഴങ്ങിയപ്പോൾ 2 പെനാൽറ്റികൾ സച്ചിൻ സുരേഷ് എന്ന കേരളത്തിൻ്റെ ചോരാത്ത കൈകൾ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശ്വസ്തനായ മലയാളി ഗോൾ കീപ്പർ ആ 3 പെനാൽറ്റികൾ 2 സേവ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ 29 ബ്ലോക്കുകൾ നടത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉരുക്ക് കോട്ടകൾ. 217 ക്ലിയറൻസുകളും 150 ഇൻ്റർസെപ്ഷൻസും നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ പ്രകടനം എടുത്തു പറയാതിരിക്കാൻ പറ്റുക. നമുക്കറിയാം, മിലോസ് ഡ്രിൻസിച്ചും മാർക്കോ ലെസ്കോവിച്ചും പ്രീതം കോട്ടാലും നവോച്ച സിംഗും അടങ്ങുന്ന ഒരു മികച്ച ഡിഫൻസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അതോടൊപ്പം തന്നെ ഈ സീസണിലെ സ്കോറേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 5 താരങ്ങളാണ് വല ചലിപ്പിച്ചിട്ടുള്ളത്. ദിമിത്രോസ് ഡയമൻഡക്കോസ് 7 ഗോളുകൾ, എഡ്രിയാൻ ലൂണ 3, ഡാനിഷ് ഫറൂഖും ക്വാമി പെപ്ര 2 ഗോളുകൾ വീതം നേടിയപ്പോൾ മിലോസ് ഡ്രിൻസിച്ചും അതോടൊപ്പം തന്നെ ഡെയ്സുഗെ സക്കായും ഓരോ ഗോളുകൾ വീതം നേടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സീസണുകളിലെ
ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഒന്നാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മാന്ത്രികൻ തന്നെയാണ്. ഇനി അദ്ദേഹം ഒഴിച്ചുപോയ ഒരു പൊസിഷനിലേക്ക് ബാക്കി കളിച്ച യുവതാരങ്ങളിലേക്ക് വരികയാണെങ്കിൽ മുഹമ്മദ് അയ്മൻ എന്ന ലക്ഷദ്വീപ് മിഡ്ഫീൽഡർ 12 മത്സരങ്ങളിൽ നിന്ന് 11 ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ക്വാമി പെപ്ര 12 മത്സരങ്ങളിൽ നിന്ന് 8 ചാൻസുകളും മുഹമ്മദ് അസ്ഹർ 7 മത്സരങ്ങളിൽ നിന്ന് 7 ചാൻസുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെയ്സുഗി സക്കായ് എന്ന ജാപ്പനീസ് മിഡ്ഫീൽഡർ 11 മത്സരങ്ങളിൽ നിന്ന് 11 ചാൻസുകളാണ് സക്കായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം ദിമിത്രോസ് ഡയമന്തക്കോസ് 10 മത്സരങ്ങൾ 13 ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും എഡ്രിയാൻ ലൂണ പോയതോടുകൂടി ശരിക്കും ഒരു ടീമിൻ്റെ ചുക്കാൻ പിടിക്കുന്ന താരമായി മാറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രോസ് ഡയമന്തക്കോസ്. ഗോളുകൾ അടിച്ചു കൂട്ടുകയും അസിസ്റ്റ് നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മിഡ്ഫീൽഡിലും മികച്ച പ്രകടനം ഈ ഒരു സ്ട്രൈക്കർ നടത്തുന്നുണ്ട്. ഇനി ഈ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷൻസ് നടത്തിയ ഡിഫൻഡേഴ്സിൻ്റെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ പ്രീതം കോട്ടാലാണ്. 26 ഇൻ്റർസെപ്ഷൻസാണ് താരം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റ് സ്റ്റാറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 103 ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 122 സക്സസ്ഫുൾ ടാക്കിൾസും കേരളത്തിൻ്റെ കൊമ്പന്മാർ നടത്തിയിട്ടുണ്ട്. ശരിക്കും ഒരു ഹോൾ ടീം പെർഫോമൻസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കാഴ്ചവെക്കുന്നത്. ഇത്തവണ ISL കിരീടം നേടാൻ അല്ലെങ്കിൽ ISL കിരീടം ഉയർത്താൻ സാധ്യതയുള്ള ടീമുകൾ ശരിക്കും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. മികച്ച പ്രകടനം തന്നെയാണ് അവസാനം 3 മത്സരങ്ങൾ മാത്രമല്ല ഈ ഒരു സീസണിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ കാത്തിരിക്കാം കേരളത്തിൻ്റെ കൊമ്പന്മാരുടെ കയ്യിലേക്ക് ആദ്യ ISL കിരീടം വരുന്നത് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി എക്സ്ട്രീം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.